ഇന്ന് ചെറുപ്പത്തിലെ എല്ലാവർക്കും ഷുഗറാണ്. 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, എല്ലാവർക്കും ഷുഗറും കൊളസ്ട്രോളും. എന്നാൽ ഞങ്ങളുടെ വീട്ടിൽ അൽഹംദുലില്ലാ ഇതുവരെയ്ക്കും ഷുഗർ കൊളസ്ട്രോൾ ഒന്നുമില്ലാത്തത് ഞങ്ങളുടെ ആഹാര രീതിയാണ്. നല്ല ഹെൽത്തിയായ ഫുഡ് കഴിച്ചാൽ ഷുഗറും കൊളസ്ട്രോളും മറ്റു രോഗങ്ങളും തടയാം. അതിനുവേണ്ടി ഒരു ദിവസം ഒരു നേരമെങ്കിലും ഇത് ശീലമാക്കുക. രാത്രി 7 മണിക്ക് ശേഷം ഫുഡ് കഴിക്കാതിരിക്കുക. ഇതുപോലെ ജ്യൂസ് അടിച്ച് കുടിച്ചിട്ട് വേണമെങ്കിൽ ഒരു പഴമോ മറ്റോ കഴിക്കാം. എങ്കിൽ ഒരു ഷുഗറും കൊളസ്ട്രോളും ഒന്നും വരത്തില്ല. ഇതിൻ്റെ കൂടെ മറ്റ് ഹെൽത്തിയായ ആഹാരങ്ങളും ശീലിക്കുക. ഇതിൽ 1-2 ഗ്ലാസ് കുടിച്ചാൽ മതി. ഇനി വേറെ ഫുഡിൻ്റെ ആവശ്യം വരില്ല. നല്ല വിശപ്പടങ്ങുന്നതാണ്. കടയിൽ പോയപ്പോഴും കടയിലുള്ള ചിലർ ചോദിച്ചു ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന്. എന്നാൽ പലർക്കും ഇതെങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാത്തത് കൊണ്ടാണ് പലരും ഇത് ഉപയോഗിക്കാത്തത്. കഞ്ഞി മുതൽ ചോറും പായസം വരെ ഈ മില്ലറ്റ് കൊണ്ട് വയ്ക്കാം. ഞാൻ വാങ്ങുന്നത് ഫോളോ മില്ലറ്റാണ്. ഇതുപോലെ ചെറിയൊരു ധാന്യമാണ്. ഇത് പണ്ടുള്ളവർ ഇത് കഴിച്ചിട്ടുണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് ഇത് കഴിക്കാനൊക്കെ മടിയുള്ളവർക്ക് ഇതുപോലെ കഴിക്കാം. രാവിലെ കുതിരാനിട്ടാൽ 1 മണിക്കൂർ കുതിരാനിട്ടാൽ മതി. എന്നിട്ട് അതെടുത്ത് നല്ല കുക്കറിലിട്ട് 2 വിസിൽ, 1 വിസിലായാലും കുഴപ്പമില്ല, വേവിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് പഴഞ്ഞു പോലെ ആക്കാൻ വേണ്ടി ഇട്ടിട്ട് കിടക്കണം. രാത്രി ഇട്ടിട്ട് കിടന്നാലും മതി. രാവിലെ എഴിച്ചും ചെയ്യാം. രാവിലെയും കഴിക്കാം. അല്ലെങ്കിൽ രാത്രിയാണ് കഴിക്കുന്നതെങ്കിൽ രാവിലെ ഇട്ട് വേവിച്ചിടണം. എന്നിട്ട് ഇത് മിക്സിയിലേക്കിട്ട് കുറച്ച് തേങ്ങയും കൂടിയിട്ട് നന്നായിട്ട് അടിക്കണം. ഇത് വേവിച്ച മില്ലറ്റാണ്, രാവിലെ വേവിച്ചിട്ടതാണ്. അതും കൂടി ഈ മിക്സിയിലിട്ട് നന്നായിട്ട് അടിക്കണം. അതിലൊരല്പം ഉപ്പ് കൂടി ചേർത്താൽ മതി. നന്നായിട്ട് അടിച്ച് കുടിക്കാവുന്നതാണ്. ഇത് കഞ്ഞി പോലെ ആക്കി കുടിക്കാം. ഞാൻ അതൊന്നും കഴിക്കാറില്ല. മുളക്, എണ്ണ എല്ലാം ഒഴിവാക്കാൻ വേണ്ടി ഇതുപോലെ മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസാക്കി കുടിച്ചിട്ട് കിടക്കും. നല്ല ഹെൽത്തിയാണ്. വിശപ്പ് പെട്ടെന്ന് മാറും. ഇത് കുടിച്ച് കിടന്നാൽ രാത്രി വിശക്കുകയില്ല. വേണമെങ്കിൽ ഒരു ഏത്തപ്പഴമോ എന്തെങ്കിലും കൂടി കഴിക്കാം.